ഇന്ന് കവിയറ്റ് പെറ്റീഷൻ കോടതിയിൽ എന്താണ് കവിയറ്റ് പെറ്റീഷൻ എന്നുള്ള സംഭവം നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കവിയറ്റ് പെറ്റീഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ലെറ്റ് ദ പേഴ്സൺ ബി അവെയർ, ഒരു പാർട്ടി ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കവിയറ്റ് ഇപ്പോൾ ലാറ്റിൻ വേർഡ്സുകളൊക്കെയാണ് നമ്മുടെ കോടതിയിൽ ഉപയോഗിക്കുന്നത്. രണ്ട് വക്കീലന്മാർ തമ്മിൽ ലീഗൽ ടേംസ് ഉപയോഗിച്ച് സംസാരിച്ചാൽ ഒരു സാധാരണക്കാരന് ഒട്ടും മനസ്സിലാവാൻ സാധിക്കില്ല. ദ കേസ് ഈസ് ബാർഡ് ബൈ ജസ്റ്റ് ജുഡിഷ്യറി. ഇതെല്ലാം ഞാൻ നിയമത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെറിയ ബിറ്റ് ആൻഡ് പീസസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഇന്ന് നമ്മൾ കവിയറ്റ് പെറ്റീഷനെ കുറിച്ച് പറയാം. കവിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എതിർ പാർട്ടി നമുക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രമേ ഒരു ജഡ്ജ്മെന്റ് കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ കോടതിയിൽ നമ്മളൊരു കവിയറ്റ് പെറ്റീഷൻ, നമ്മളൊരു എതിർ പാർട്ടി നമുക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാതെ അല്ലെങ്കിൽ എക്സ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ആ കേസ് വിധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടുവാണെങ്കിൽ ഒരു വക്കീലെ സമീപിച്ചിട്ട് ഒരു കവിയറ്റ് പെറ്റീഷൻ എന്തെങ്കിലും കോടതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് കോടതിയിലാണോ ആ കോടതിയിൽ നമുക്കൊരു കവിയറ്റ് പെറ്റീഷൻ ഇടാനുള്ള അധികാരമുണ്ട്. കവിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കവിയറ്റ് പെറ്റീഷൻ ഇടുന്ന ആളെ കവിയേറ്റർ എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ഭാഗവും കൂടെ കേട്ടിട്ട് മാത്രമേ കേസ് വിധിക്കാവുന്നതാണ് ഈ കവിയറ്റ് പെറ്റീഷൻ ഇട്ടാനുള്ള കാര്യം. അപ്പോൾ ആ പാർട്ടിയെ കൂടെ കേൾക്കാൻ ചിലപ്പോൾ കോടതി നമ്മൾ അറിയിക്കാതെ ചെയ്തെന്നിരിക്കും. അപ്പോഴത്തേക്ക് ഈ കവിയറ്റ് പെറ്റീഷൻ ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ കേസിന്റെ കാര്യത്തിൽ ഈ കോടതി കവിയറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കവിയറ്റ് ഇട്ട പേഴ്സണെ അറിയിക്കാതെ ഈ കേസ് രാജിയാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ഭാഗം അവർ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് കൊടുക്കത്തുള്ളൂ. മിക്കവാറും നമ്മൾ എക്സ് പാർട്ടിയായിട്ടൊക്കെയാണ് ചില കേസുകൾ വിധിക്കുന്നത്. എക്സ് പാർട്ടി ഒരു സൈഡ് മാത്രം, എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വിധിക്കുന്ന കേസുകളാണ് എക്സ് പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊരു ഭാഗം വന്നില്ലെങ്കിൽ നമ്മളെ നോട്ടീസ് അയച്ചാലും വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗം കേൾക്കാതെ വിധിക്കുന്നതാണ് എക്സ് പാർട്ടി വിധി എന്ന് പറയുന്നത്. എക്സ് പാർട്ടി വിധി ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ കവിയറ്റ് പെറ്റീഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യാറുണ്ട്. വക്കീൽമാരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംശയമുണ്ട്, നമ്മുടെ അയൽവാസിയോ നമ്മുടെ ബന്ധുക്കളോ ആരാണെന്ന് അറിയില്ല, ആരെങ്കിലും നമുക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കവിയറ്റ് പെറ്റീഷൻ ഇടുവാനുള്ള അധികാരമുണ്ട്. ഈ കവിയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡാണ്. ഈ കവിയറ്റ് പെറ്റീഷൻ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ കോടതി നമ്മളെ കേൾക്കാതെ തന്നെ ഒരു ഭാഗം മാത്രം കേട്ട് വിധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ലീഗൽ ഡിറ്റത്തിൽ പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. നിയമത്തിൻ്റെ അവയർനെസ് ഇല്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. ലോ വിൽ നെവർ ഹെൽപ്പ് എ ലേസി പേഴ്സൺ എന്നാണ്. എപ്പോഴും ഒരു ഉഴപ്പനായ ആളെ നിയമം സഹായിക്കത്തില്ലെന്നുള്ളതാണ് ഡിക്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള അനേകമായ കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ആക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ടേംസുകളും കാര്യങ്ങളും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അത് ഒരു ലീഗൽ അവയർനെസ് എന്ന് പറയുന്നത് വളരെ പൊതുജനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ലക്ഷക്കണക്കിന് നിയമങ്ങളിലാണ് നമ്മൾ ഭരിക്കപ്പെടുന്നത്. അത് നമുക്കറിയില്ല. ഇന്റർനാഷണൽ തലത്തിലും നാഷണൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ലോകരാജ്യങ്ങളുടെ തലത്തിലും ചെറിയ ഗ്രാമങ്ങളും എല്ലാം പലതരം ലോസാണ്. ലക്ഷക്കണക്കിന് ഒരു എൻവയറമെന്റൽ ലോ തന്നെ 3 ദിവസത്തെ ഒരു സെമിനാർ അറ്റൻഡ് ലക്ഷക്കണക്കിന്